നമസ്കാരം. സഭാ വാർത്തകളും വിശേഷങ്ങളുമായി മാത്തുമ്മ ന്യൂസ്. നിയോഗ വഴികൾ സത്യസന്ധമാകണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാത്തുമ്മ മെത്രാപ്പൊലീത്ത. സെമിനാരി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ സമാപന യോഗവും മുൻ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ആദരിച്ചു. സെമിനാരി ഫാക്കൽറ്റി അംഗങ്ങളും വൈദിക വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും അനധ്യാപകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. സെമിനാരി ക്യാമ്പസിൽ നടന്ന സമ്മേളനം ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സെമിനാരി പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ MC തോമസ്, വെരി റവറൻ ജയൻ തോമസ്, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, കോളേജ് ഡീൻ ജോൺ ഫിലിപ്പ് A, കോളേജ് ബർസാർ റവറൻ ഡോക്ടർ P. ജോൺ ഫിലിപ്പ്, റവറൻ PT കോശി, റവറൻ T. ബാബു എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭയുടെ വിവിധ ഭദ്രാസന അസംബ്ലികൾ 11 നടത്തും. റാന്നി നിലയ്ക്കൽ ഭദ്രാസന അസംബ്ലി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ റാന്നി കലമണ്ണിൽ ഉമ്മനച്ചൻ ഹാളിൽ നടക്കും. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. മലങ്കര കത്തോലിക്ക സഭയിലെ യുഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത ധ്യാന പ്രസംഗം നടത്തും. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അസംബ്ലി ചെങ്ങന്നൂർ തിട്ടമേൽ ട്രിനിറ്റി മാർത്തോമ പള്ളിയിൽ ക്രമീകരിക്കും. ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. റവറൻ മാത്യൂസ് A. മാത്യു ധ്യാന പ്രസംഗം നടത്തും. ഭദ്രാസനത്തിന്റെയും ഒലിവർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും സെക്രട്ടറി റവറൻ തോമസ് സക്കറിയയും ബജറ്റ് ട്രഷറർ ജോജി ചെറിയാനും അവതരിപ്പിക്കും. 2026-29 വർഷത്തെ ഭാരവാഹികളെയും കൗൺസിൽ അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുക്കും. കോട്ടയം കൊച്ചി ഭദ്രാസന അസംബ്ലി 11 രാവിലെ 10 മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളിയിൽ നടത്തും. തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. റവറൻ സാം ഫിലിപ്പ് ധ്യാന പ്രസംഗം നടത്തും. സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും, ട്രഷറർ നോബിൾ തോമസ് ബജറ്റും അവതരിപ്പിക്കും. അടൂർ ഭദ്രാസന അസംബ്ലി സ്പിരിച്വാലിറ്റി സെന്ററിൽ ശനിയാഴ്ച നടത്തും. മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സെക്രട്ടറി റവറൻ വർഗീസ് ജോൺ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും, ട്രഷറർ ബിനു P. രാജൻ ബജറ്റും അവതരിപ്പിക്കും. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായ പോപ്പ് ലിയോ 14 മാർപ്പാപ്പയെ സന്ദർശിച്ചു. ക്രൈസ്തവ ഐക്യവും പരസ്പര സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഭാരതത്തിലെ സഭകൾ ഒന്നായി ചേർന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി അഭിഷിക്തനായ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അഭിനന്ദനങ്ങളും ആശംസകളും സഫ്രഗൻ മെത്രാപ്പൊലീത്ത അറിയിച്ചു. പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ക്രൈസ്തവ ഐക്യ പ്രോത്സാഹനത്തിനായുള്ള ഡിക്കാസ്റ്ററിയൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫ്ലാവിയോ പേസും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായുള്ള ബന്ധങ്ങളുടെ ചുമതലയുള്ള റവറൻ ഫാദർ ഹയസിൻ ഡെസ്റ്റിവെല്ലും സഫ്രഗൻ മെത്രാപ്പൊലീത്തയെ സ്വീകരിച്ച് ചർച്ചകൾ നടത്തി. 2ാം വത്തിക്കാൻ കൗൺസിലിനു ശേഷം കത്തോലിക്ക സഭയും മാർത്തോമ സഭയും തമ്മിൽ സഹോദര സൗഹൃദപരമായ ബന്ധം നിലനിൽക്കുന്നു. ഈ ബന്ധത്തിന്റെ തുടർച്ചയായി 2023 കത്തോലിക്ക സഭയും മാർത്തോമ സഭയും തമ്മിൽ ഔദ്യോഗിക ദൈവശാസ്ത്ര സംവാദത്തിന് തുടക്കമിട്ടിരുന്നു. പ്രോ ഓറിയൻ ഫൗണ്ടേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വിയന്നയിലെത്തിയ സഫ്രഗൻ മെത്രാപ്പൊലീത്തയ്ക്ക് മാർപ്പാപ്പ പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുകയായിരുന്നു. സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻ ഡോക്ടർ അരുൺ തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മാർത്തോമ സഭ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക പൊതുയോഗം അനുഗ്രഹീതമായി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ മാങ്ങാനം ചെമ്മരപ്പള്ളി ബഥേൽ മാർത്തോമ പള്ളിയിൽ നടന്ന യോഗത്തിൽ റവറൻ പ്രസാദ് മാത്യു മുഖ്യ സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റുമാരായ വെരി റവറൻ ഡോക്ടർ സാംസൺ M. ജേക്കബ്, ടൈറ്റസ് വർഗീസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, റവറൻ KA എബ്രഹാം,
ജേക്കബ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി VT തോമസ്, വാർഷിക വരവ് ചെലവ് കണക്ക് ട്രഷറർ റെജി ഉമ്മനും അവതരിപ്പിച്ചു. 2026-27 ബജറ്റും അംഗീകരിച്ചു. 2026-29 ഭദ്രാസന ഭാരവാഹികളായി അന്മായ വൈസ് പ്രസിഡന്റ് KK കുര്യൻ, പാമ്പാടി ശാലേം, സെക്രട്ടറി മോൻസൺ കുരുവിള, തുരുത്തിക്കാട് മാത്തോമ എന്നിവരെയും കേന്ദ്ര പൊതുയോഗ അംഗങ്ങളായി PM മാത്യു, മല്ലപ്പള്ളി സെയിന്റ് ആൻഡ്രൂസ്, MC ഏലിയാമ്മ, മല്ലപ്പള്ളി സെയിന്റ് ആൻഡ്രൂസ്, കമ്മിറ്റി അംഗങ്ങളായി മേരി വർഗീസ്, ആനിക്കാട് സെയിന്റ് തോമസ്, PM ബേബി, മുണ്ടത്താനം ഇമ്മാനുവൽ, PV ജോർജ് കുട്ടി, പാമ്പാടി സെഹിയോൻ, രമണി ജോൺ, വാഴൂർ സെയിന്റ് ജോർജ്, കുരുവിള മാത്യൂസ്, പാലാരിവട്ടം ഷാരോൺ, അന്നമ്മ സോമൻ, പെരുമ്പാവൂർ സെയിന്റ് പോൾസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. മാർത്തോമ സഭ നിരണം മാരാമൻ ഭദ്രാസന വാർഷിക അസംബ്ലി യോഗം സമാപിച്ചു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. സീനിയർ വികാരി ജനറൽ റവറൻ തോമസ് K ജേക്കബ് ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസനത്തിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും വാർഷിക റിപ്പോർട്ടും കണക്കും ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് മാത്യു പുന്നവേലിയും ബജറ്റ് ട്രഷറർ അനീഷ് കുന്നപ്പുഴയും അവതരിപ്പിച്ചു. സഭാംഗമായ MLA അഡ്വക്കേറ്റ് വർഗീസ് മാമനെ യോഗം അനുമോദിച്ചു. വെരി റവറൻ KM മാമൻ, റവറൻ KE ഗീവർഗീസ്, റവറൻ മാത്യൂസ് മാത്യു, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ C തോമസ്, ജിജി ഇടുക്കുള, സൂസമ്മ സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. 2026-2029 കാലയളവിലേക്കുള്ള ഭദ്രാസന സെക്രട്ടറിയായി ഇരുവള്ളിപ്പുറ ക്രിസ്തോസ് മാത്തോമ ഇടവക വികാരി റവറൻ ബിജു K ജോർജ്, ട്രഷററായി വെള്ളാറ എബനേസർ മാർത്തോമ ഇടവകാംഗം ബിനു ജോൺ എന്നിവരെയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ശുശ്രൂഷ പങ്കിടുവാൻ പ്രേഷിത ശുശ്രൂഷയിലൂടെ സാധിക്കണമെന്ന് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഹോസ്കോട്ട് മാർത്തോമ മിഷ്യന്റെ 79ാമത് മിഷൻ ഡേ ആഘോഷത്തിന്റെ ഉദ്ഘാടനവും പുതുതായി നിർമ്മിക്കുന്ന ഹോസ്കോട്ട് മിഷൻ നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ. ആതുര ശുശ്രൂഷയിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും നേതൃത്വം നൽകുന്ന സഭയുടെ പ്രവർത്തനങ്ങൾ അനേകർക്ക് വെളിച്ചം പകരണമെന്ന് എപ്പിസ്കോപ്പ ഓർമ്മിപ്പിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി K ജോഷുവ, വികാരി ജനറൽ റവറൻ ഡോക്ടർ ഷാം P തോമസ്, LAC പ്രസിഡന്റ് റവറൻ ബോബി ഫിലിപ്പ്, മിഷണറി റവറൻ ജോൺസൺ ഉണ്ണിത്താൻ, സംഘം ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റവറൻ റോബിൻ ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റവറൻ ജോജി ജേക്കബ്, ഗീത മാത്യു, മിഷൻ ട്രഷറർ ജേക്കബ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത UAE-യുടെ സഹിഷ്ണുതയും സഹവർത്തിത്വവും സംബന്ധിച്ച മന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാനും UAE-യിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തി. പരസ്പര ബഹുമാനം, സൗഹൃദം, മതസൗഹാർദ്ദം, പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത പങ്കുവച്ച ഈ കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ് ക്രമീകരിച്ചത്. യുദ്ധത്തിന്റെ പ്രതിസന്ധികളിലും UAE രാജ്യം പ്രവാസ സമൂഹത്തിന് നൽകിയ കരുതലിനെയും സുരക്ഷിതത്വത്തെയും സഫ്രഗൻ മെത്രാപ്പൊലീത്ത പ്രശംസിച്ചു. ഇടവകകൾക്ക് നൽകിയ പ്രത്യേക കരുതലിന് സഭയുടെ നാമത്തിൽ സന്തോഷവും അറിയിച്ചു. പുതുതായി ചുമതലയിൽ പ്രവേശിച്ച ഇന്ത്യൻ അംബാസിഡർക്ക് ആശംസകളും നേർന്നു. കൂടിക്കാഴ്ചയിൽ അബുദാബി മാർത്തോമ ഇടവക വികാരി റവറൻ ജിജോസി ഡാനിയൽ, സഹവികാരി റവറൻ ബിജോ A തോമസ്, സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻ ഡോക്ടർ അരുൺ തോമസ്, ഇടവക വൈസ് പ്രസിഡന്റ് സജി തോമസ്, ബിജു ഫിലിപ്പ് എന്നിവരും പങ്കെടുത്തു. മാർത്തോമ സുവിശേഷ സേവികാ സംഘം കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക സമ്മേളനം നടത്തി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ വെരി റവറൻ സാംസൺ M ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി റവറൻ KA എബ്രഹാം, സൂസൻ ജോൺ വൈസ് പ്രസിഡന്റുമാർ, ഓമന രാജൻ സെക്രട്ടറി, മിനി സ്റ്റീഫൻ ട്രഷറർ
എന്നിവരെ തെരഞ്ഞെടുത്തു. കലാമത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കോട്ടയം, കൊച്ചി, പുതുപ്പള്ളി സെന്ററുകൾക്ക് സമ്മാനങ്ങൾ നൽകി. മലങ്കര സഭാധാരകയുടെ നവീകരിച്ച ഓഫീസ് സമർപ്പണം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. സഭാധാരക ചെയർമാൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, അൽമായ ട്രസ്റ്റി ആൻസൽ സക്കറിയ കോമാട്ട്, സഭാ കൗൺസിൽ അംഗങ്ങൾ, സഭാധാരക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കൂടുതൽ സഭാ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ശലോം.